വീടുകളിൽ സിംഗിൾ ഫേസ്, ഡബിൾ ഫേസ്, 3 ഫേസ് ഒക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിക്കുന്നത്? ഒരു ഫേസിൽ എത്ര ലോഡ് അല്ലെങ്കിൽ എത്ര പോയിന്റ് കണക്ട് ചെയ്യാം? ഇതൊരു സബ്സ്ക്രൈബർ ചോദിച്ച ചോദ്യമാണ്. ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഒരു നിഷ്കളങ്കത്വം ഉണ്ട്. ഒരു സാധാരണക്കാരൻ ചോദിച്ച ഒരു ചോദ്യമായതുകൊണ്ട് തന്നെ ഇതിന്റെ അധികം ടെക്നിക്കാലിറ്റിയിൽ പോവാതെ തന്നെ ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ എന്താണ് സിംഗിൾ ഫേസ്, ഡബിൾ ഫേസ്, 3 ഫേസ് എന്നും ഒരു വീട്ടിൽ സിംഗിൾ ഫേസ് വേണോ 3 ഫേസ് വേണോ എന്ന് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്? ഏതാണ് നല്ലത്? സിംഗിൾ ഫേസ് ആണോ 3 ഫേസ് ആണോ? സിംഗിൾ ഫേസിലാണോ 3 ഫേസിലാണോ കറണ്ട് ബില്ല് കുറയുന്നത്? അതേപോലെ തന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഒരു സിംഗിൾ ഫേസ് കണക്ഷൻ ഉള്ള വീട് 3 ഫേസിലേക്ക് മാറ്റേണ്ടി വരുന്നത്? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരമായിരിക്കും വീഡിയോയിൽ. ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. ഹായ്, ഞാൻ അമൃത് ശിശിർ, ഇലക്ട്രിക്കൽ കൺസൾട്ടന്റ്. വെൽക്കം ടു അവർ ചാനൽ ഷിഷിരം എഞ്ചിനീയറിംഗ് സർവീസ്. വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിംഗിൾ ഫേസ്, ഡബിൾ ഫേസ്, 3 ഫേസ് എന്നിവയെക്കുറിച്ചാണ്. ആദ്യം തന്നെ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക. ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്നത് ഔട്ട്പുട്ടായി വരുന്നത് 4 വയറാണ്. 3 ഫേസും ഒരു ന്യൂട്രലും. ഒരു വീടിൽ സാധാരണയായി കണക്ട് ചെയ്യുന്ന ഒന്നിക്കിൽ സിംഗിൾ ഫേസ് അല്ലെങ്കിൽ 3 ഫേസ്. ഡബിൾ ഫേസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മുടെ സാധാരണ വീടുകളിൽ യൂസ് ചെയ്യുന്നില്ല. ഞാൻ തന്നെ ഇൻഡസ്ട്രിയിൽ വളരെ ചുരുക്കമായിട്ടാണ് ഡബിൾ ഫേസ് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് എക്യുപ്മെന്റിലേക്ക് കണക്ട് ചെയ്യുന്നത് 415 വോൾട്ട് ആണ്. അതിന് ന്യൂട്രൽ കണക്ട് ചെയ്യുന്നില്ല. പകരം എക്യുപ്മെന്റ് ഉള്ളിൽ തന്നെ ഒരു ഐസൊലേറ്റിംഗ് ട്രാൻസ്ഫോമർ വെച്ച് 415നെ 240 ആക്കി മാറ്റിയാണ് ന്യൂട്രൽ സൃഷ്ടിച്ച് ആ മെഷീൻ വർക്ക് ചെയ്യുന്നത്. ആദ്യം നിങ്ങളുടെ വീട്ടിലെ മുന്നിലൂടെ പോകുന്ന പോസ്റ്റിൽ 3 ഫേസ് ലൈനാണ് വരുന്നതെങ്കിൽ പോസ്റ്റിലൂടെ 4 ലൈനുകൾ പോകുന്നുണ്ടാവും. 3 ഫേസ്, ഒരു ന്യൂട്രൽ. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റും. റെഡ്, യെല്ലോ, ബ്ലൂ കളറിലാണ് ഫേസ് ലൈൻ മാർക്ക് ചെയ്ത്, ബ്ലാക്ക് കളറിലാണ് നമ്മൾ ന്യൂട്രൽ ലൈൻ മാർക്ക് ചെയ്തത്. പോസ്റ്റിലൂടെ വരുന്നതിന് ഇങ്ങനെ കളറൊന്നും ഉണ്ടാവില്ല, അലൂമിനിയം കേബിൾ ആയിരിക്കും എല്ലാം. ഇത് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി RYB എന്ന് പറയുന്നത് ഫേസ് കേബിളും ന്യൂട്രലിനെ നമ്മൾ ബ്ലാക്ക് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നു. ഇവിടെ നിങ്ങൾ കണ്ടറിയാം, റെഡ് കേബിളും ന്യൂട്രലും തമ്മിലുള്ള വോൾട്ടേജ് 240. അതായത് നിങ്ങളുടെ വീട്ടിൽ ഒരു ഫേസും ഒരു ന്യൂട്രലും മാത്രമാണ് വരുന്നതെങ്കിൽ അതിന് സിംഗിൾ ഫേസ് എന്ന് വിളിക്കും. നിങ്ങളുടെ വീട്ടിൽ 3 ഫേസും ഒരു ന്യൂട്രലും ആണ് വരുന്നതെങ്കിൽ അതിന് 3 ഫേസ് എന്ന് വിളിക്കും. ഇവിടെ സിംഗിൾ ഫേസിലാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വോൾട്ടേജ് 240. 3 ഫേസിലാണെങ്കിൽ ഫേസ് ടു ഫേസ് വോൾട്ടേജ്, അതായത് R ഫേസും Y ഫേസും തമ്മിലുള്ള വോൾട്ടേജ് 415. അതേപോലെ തന്നെ Y ഫേസും B ഫേസും തമ്മിലുള്ള വോൾട്ടേജ് 415. അതേപോലെ തന്നെ ഓരോ ഫേസും ന്യൂട്രലും തമ്മിലുള്ള വോൾട്ടേജ് 240 ആയിരിക്കും. അതായത് ചുരുക്കത്തിൽ പറഞ്ഞ സിംഗിൾ ഫേസ് ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വരുന്ന മാക്സിമം വോൾട്ടേജ് 240. 3 ഫേസ് ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് 415 വോൾട്ട് ആണ്. ഇതാണ് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള 3 ഫേസും സിംഗിൾ ഫേസും. ഇപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ ഡബിൾ ഫേസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്, പക്ഷെ നമ്മുടെ വീടുകളിൽ ഒരു കാരണവശാലും ഡബിൾ ഫേസ് വരുന്നില്ല. അതും വളരെ അപൂർവമായിട്ട് ചില ഇൻഡസ്ട്രികളിലാണ് ഡബിൾ ഫേസ് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഉള്ളത് തന്നെ. ഒരു വീട്ടിൽ 3 ഫേസ് വേണോ സിംഗിൾ ഫേസ് വേണോ എന്ന് എങ്ങനെ ഡിസൈഡ് ചെയ്യാം? ഇത് ലോഡിനെ അപേക്ഷിച്ചാണ്. ഒരു വീട്ടിൽ എത്ര കണക്റ്റഡ് ലോഡ് ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ 3 ഫേസ് വേണോ സിംഗിൾ ഫേസ് വേണോ എന്ന് നിശ്ചയിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ആദ്യം തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ലോഡിനനുസരിച്ചിട്ട് ഫേസ് സെലക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. 1 കിലോവാട്ട് ലോഡ് സിംഗിൾ ഫേസിൽ കണക്ട് ചെയ്താൽ ലോഡ് വലിക്കുന്ന കറണ്ട് അപ്രോക്സിമേറ്റ്ലി 5 ആംപിയർ ആയിരിക്കും. അതിന്റെ കാൽക്കുലേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ഫോർമുല? അതേ 1 കിലോ വാട്ട് 3 ഫേസ് ലോഡ് ആണെങ്കിൽ നമുക്ക് ആ 3 ഫേസ് ആണെങ്കിൽ ആ 3 ഫേസിലൂടെ വലിക്കുന്ന കറണ്ട് 2 ആംപിയർ ആയിരിക്കും. അതായത് 3 ഫേസ് ലോഡ് ആണെങ്കിൽ 3 ഫേസ് ഉണ്ട്, 3 ഫേസിലൂടെയും 2 ആംപിയർ വലിക്കും. അതേ പക്ഷം സിംഗിൾ ഫേസ് ആണ്, ഒരു ഫേസ് ആണ് ഉണ്ടാവുക, ഒരു ന്യൂട്രൽ ഉണ്ടാവുക, അത് ഒരു ഫേസിലൂടെ വലിക്കുന്നത് 5 ആംപിയർ ആയിരിക്കും. ഈ സത്യം നിങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് മനസ്സിലായി വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറയും. അതേപോലെ തന്നെ കൂടുതൽ ലോഡ് ഉണ്ടാകുമ്പോൾ കൂടുതൽ കറണ്ട് ഉണ്ടാവും. കൂടുതൽ കറണ്ട് പോകുമ്പോൾ അതിനനുസരിച്ചിട്ട് ഓമിക് ലോസസും ഉണ്ടാവും. കേരള ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സപ്ലൈ കോഡ് വെച്ച് നിശ്ചയിച്ചിരിക്കുന്നതാണ്. ഇൻ കേസ് 5 കിലോ വാട്ടിന് മുകളിലാണ് നമ്മുടെ കണക്റ്റഡ് ലോഡ് എങ്കിൽ നമുക്ക് നിശ്ചയമായും 3 ഫേസ് കണക്ഷനാണ് എടുക്കേണ്ടത്. ഇൻ കേസ് നമ്മുടെ വീട്ടിൽ 5 കിലോ വാട്ടിന് താഴെയാണ് കണക്റ്റഡ് ലോഡ് എങ്കിൽ നമുക്ക് സിംഗിൾ ഫേസ് എടുത്താൽ മതി. ഈ നിയമം നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. അതായത് ചോദ്യത്തിന്റെ ഫസ്റ്റ് പാർട്ട്, എങ്ങനെയാണ് ഒരു വീട്ടിൽ സിംഗിൾ ഫേസോ 3 ഫേസോ സപ്ലൈ വേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ വീട്ടിൽ ഇപ്പോൾ സാധാരണ ഒരു സിംഗിൾ ഫേസ് കണക്ഷനാണ് ഉള്ളത്. ഇപ്പോൾ ചൂടുകാലമായി ചില ആളുകൾ AC കൾ വാങ്ങുന്നു. അങ്ങനെ ലോഡ് ക്രമാതീതമായിട്ട് കൂടുന്നു.
അങ്ങനെ വരുമ്പോൾ സിംഗിൾ ഫേസ് 5 കിലോവാട്ടിന് മുകളിലായി കഴിഞ്ഞാൽ 3 ഫേസിലേക്ക് മാറ്റേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായും. നമുക്ക് സിംഗിൾ ഫേസ് കറണ്ട് 5 കിലോവാട്ടിന് മുകളിലായി കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും നിയമപ്രകാരം 3 ഫേസിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതിന് നമുക്ക് ചെയ്യേണ്ടത് ലോഡ് ചേഞ്ചിങ് ആപ്ലിക്കേഷൻ ഉണ്ട്, ഓൺലൈനിലായിട്ട് അവൈലബിൾ ഉണ്ട്. ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ടത് എങ്ങനെയാണ് സിംഗിൾ ഫേസിനെ 3 ഫേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന്. അതിന്റെ ലിങ്ക് ഞാൻ ഐ ബോക്സിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്യാം. കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, ഇൻ കേസ് നമ്മുടെ വീട്ടിലെ കണക്റ്റഡ് ലോഡ് 5 കിലോവാട്ടിന് മുകളിലായി കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് 3 ഫേസിൽ മാറേണ്ട അത്യാവശ്യമാണ്. ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ചൂട് കാലത്ത് നിങ്ങളുടെ വീട്ടിൽ 2 AC ഉള്ള ഒരു വീടാണ്. ഒരു AC ഇട്ട് കഴിഞ്ഞാൽ സിംഗിൾ ഫേസിന്റെ കേസിൽ വോൾട്ടേജ് ലോഡ് കാരണം വോൾട്ടേജിൽ ഒരു ചെറിയ ഇടിവ് ഉണ്ടാവും. രണ്ടാമത്തെ ACയും അതേ ഫേസിലാണ് ഇടുന്നതെങ്കിൽ നമുക്ക് ക്രമാതീതമായി ലോഡ് വർദ്ധിച്ചതിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, AC കട്ട് ഓഫ് ആവാനുള്ള സാധ്യത, ഫ്യൂസ് ബേൺ ഔട്ട് ആവാനുള്ള സാധ്യത, ഇങ്ങനെ നമ്മുടെ വയർ ബേൺ ആവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. ഇപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ 5 കിലോവാട്ടിന് മുകളിൽ ലോഡ് ഉണ്ടെങ്കിൽ 3 ഫേസിലേക്ക് മാറേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു ആവശ്യമാണ്. പിന്നെ ഒരു നമ്മുടെ സാധാരണക്കാരൻ്റെ ഇടയിലുള്ള ഒരു ധാരണയാണ് 3 ഫേസിലേക്ക് മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ 3 ഫേസ് കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കറണ്ട് ബില്ല് ഒരുപാട് കൂടുതലായിരിക്കുമെന്ന്. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഒന്ന് നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾ കാണുന്നത് ലോ ടെൻഷൻ ഡൊമസ്റ്റിക്കിലെ താരിഫ് റേറ്റിംഗ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, എനർജി ചാർജസ് 3 ഫേസിലായാലും സിംഗിൾ ഫേസിലായാലും സെയിം ആണ്. പിന്നെ എന്തിനാ വ്യത്യാസം? ഫിക്സഡ് ചാർജിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് മാസത്തിൽ നിങ്ങൾ സിംഗിൾ ഫേസ് ആണെങ്കിൽ 0 to 50 യൂണിറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 35 രൂപയാണ് അടയ്ക്കുന്നതെങ്കിൽ, നിങ്ങൾ 3 ഫേസ് കണക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ 90 രൂപ അടയ്ക്കണം. അതായത് ടോട്ടൽ ഒരു മാസത്തിൽ നിങ്ങൾക്ക് 55 രൂപയാണ് വ്യത്യാസം വരുന്നത്. അതേപക്ഷം യൂസേജ് കൂടി വരുമ്പോൾ ഈ വ്യത്യാസം വളരെ കുറഞ്ഞു വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു മാസം 200 മുതൽ 250 വരെ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സിംഗിൾ ഫേസ് ആയാലും 3 ഫേസ് ആയാലും അതിന് യൂസ് ചെയ്യുന്നതിൻ്റെ വ്യത്യാസം 20 രൂപ മാത്രമാണ്. അതായത് സിംഗിൾ ഫേസിന് 3 ഫേസിലേക്ക് മാറുമ്പോൾ എനർജി ചാർജ് കൂടുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു ചെറിയൊരു വ്യത്യാസം വരുന്നത് 3 ഫേസിൻ്റെ DBയും 3 ഫേസിൻ്റെ എനർജി മീറ്റർ ബോക്സ് ഒക്കെ വാങ്ങുമ്പോൾ സിംഗിൾ ഫേസിനെ അപേക്ഷിച്ച് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. അത് ഇനീഷ്യൽ കോസ്റ്റ് മാത്രമാണ്, കറണ്ട് ബില്ലിൽ യാതൊരു മാറ്റവും വരുന്നില്ല. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, നിങ്ങൾക്ക് കുറച്ച് ജനറൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് സിംഗിൾ ഫേസും 3 ഫേസിൻ്റെയും കാര്യം പറഞ്ഞു. അതായത് 5 കിലോവാട്ടിന് മുകളിലാണെങ്കിൽ 3 ഫേസും 5 കിലോവാട്ടിന് താഴെയാണെങ്കിൽ സിംഗിൾ ഫേസും. ഇനി എപ്പോഴാണ് നമ്മൾ HT സിസ്റ്റത്തിലേക്ക് മാറേണ്ടി വരുന്നത്? അതായത് നമ്മളിപ്പോൾ HT സിസ്റ്റം അഥവാ 11 kV ലൈനിലേക്ക് മാറേണ്ടി വരുന്നത് നമുക്ക് കണക്റ്റഡ് ലോഡ്, മാക്സിമം കണക്റ്റഡ് ലോഡ് 100 kVക്ക് മുകളിലാണെങ്കിൽ. ഇൻ കേസ് കോൺട്രാക്ട് ഡിമാൻഡ് ഇല്ലാതെ മീറ്ററിംഗ് സിസ്റ്റം ആണെങ്കിൽ 100 kVക്ക് മുകളിലാണ് കണക്റ്റഡ് ലോഡ് എങ്കിൽ നമ്മൾ HTയിലേക്ക് മാറണം. ഇപ്പോൾ കോൺട്രാക്ട് ഡിമാൻഡ് വെച്ചിട്ടാണ് നമ്മൾ എനർജി മീറ്ററിംഗ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ HTയിലേക്ക് മാറണം. ഇവിടെ നിങ്ങൾക്ക് ചാർട്ട് കാണാവുന്നതാണ്. ഓരോ കോൺട്രാക്ട് ഡിമാൻഡ് അനുസരിച്ച് നമ്മുടെ കണക്റ്റഡ് വോൾട്ടേജ് കൂടി വരുന്നത്. പക്ഷേ സാധാരണക്കാരൻ്റെ നിലയിൽ നമ്മൾ മാക്സിമം 11 kV വരെ നമ്മുടെ HT ലൈനും കാര്യങ്ങളൊക്കെ ഒരു മിതം ഫാക്ടറിയിലും കാര്യങ്ങളിലും ഒക്കെ കണക്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ ചുരുക്കി പറയാം, 240 വോൾട്ട് സപ്ലൈ എടുക്കാൻ വേണ്ടി മാക്സിമം കണക്റ്റഡ് ലോഡ് 5 കിലോവാട്ടിന് താഴെയായിരിക്കണം. 415 വോൾട്ട് അല്ലെങ്കിൽ 3 ഫേസ് ലോഡ് കണക്ഷൻ എടുക്കാൻ വേണ്ടി 5 കിലോവാട്ടിന് മുകളിലും നമ്മുടെ കണക്റ്റഡ് ലോഡ് 100 kVA അല്ലെങ്കിൽ കോൺട്രാക്ട് ഡിമാൻഡ് 100 kVക്ക് താഴെയുമായിരിക്കണം. 100 kVക്ക് മുകളിലായി കഴിഞ്ഞാൽ നമുക്ക് 11 kV HT കണക്ഷനിലേക്ക് പോകേണ്ടി വരും. ഇനി ബ്രീഫായിട്ട് ഇപ്പോൾ നിങ്ങൾ HT LT എന്നൊക്കെ പറഞ്ഞപ്പോൾ കൺഫ്യൂഷൻ വേണ്ട. എന്താണ് ഈ HTയും എന്താണ് LT എന്ന് ഞാൻ ഡിഫൈൻ ചെയ്ത് പറഞ്ഞുതരാം. LT അഥവാ ലോ ടെൻഷൻ ലോ വോൾട്ടേജ് എന്ന് പറയുന്നത് 250 വോൾട്ടിന് താഴെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം 240 വോൾട്ട് സിംഗിൾ ഫേസ് കണക്ഷൻ കിട്ടുന്നതിനാണ് LT സിസ്റ്റം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. MV അഥവാ മീഡിയം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 650 വോൾട്ടിന് താഴെ, അതായത് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം 415 വോൾട്ട് കണക്ഷൻ കിട്ടുന്നതിനാണ് MV അഥവാ 3 ഫേസ് കണക്ഷൻ എന്ന് പറയുന്നത്. HT കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ടെൻഷൻ അഥവാ 33 kVക്ക് താഴെയുള്ളത്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം 11 kV 22 kV ഒക്കെ. എക്സ്ട്രാ ഹൈ വോൾട്ടേജ് EHV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33 kVക്ക് മുകളിൽ. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഐഡിയാസ് ഒക്കെ വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ കമന്റ് വളരെ വിലപ്പെട്ടതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. ഇലക്ട്രിക്കൽ ഡിസൈൻ പരമായി നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
Shishiram Engineering Service നിങ്ങളുടെ പുതിയ വീടിൻ്റെയോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെയോ അഥവാ ഫാക്ടറിയുടെയോ ഇലക്ട്രിക്കൽ ഡിസൈൻസും ലേഔട്ട് ഡ്രോയിങ്സും ചെയ്തു കൊടുക്കുന്നതാണ്. സിവിൽ ഡ്രോയിങ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, അതിന് പ്രത്യേകിച്ചും അതിൻ്റെ ലേഔട്ട് ഡ്രോയിങ്സ്, ലൈറ്റും ഫാനും അങ്ങനെയുള്ള സോക്കറ്റ്സും ഏത് പൊസിഷനിൽ വേണം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ അതിൻ്റെ കോൺഡ്യൂട്ട് പൈപ്പിൻ്റെ ലേഔട്ടും സർക്യൂട്ട് വയർസിൻ്റെ ലേഔട്ടും DB ഡിസൈൻസും, അതേപോലെ തന്നെ DBയിലെ സ്വിച്ച് ഗിയർ ഐറ്റംസ് ആകും പ്രൊട്ടക്ഷൻ ഡിവൈസസുകളുടെയും സ്പെസിഫിക്കേഷനും സൈസും കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുക. അത് MCBയുടെ സൈസിങ്ങും യൂസ് ചെയ്യേണ്ട കേബിളിൻ്റെ സൈസിങ്ങും അതുപോലെ തന്നെ RCCB, SPD, ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എന്തെങ്ങനെയാണ് എവിടേക്കാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ CCTV ലേഔട്ട്സും ഫ്യൂച്ചറിൽ സോളാർ വാട്ടർ ഹീറ്റേഴ്സും സോളാർ പവർ പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫീസിബിലിറ്റി ഡ്രോയിങ്സും ഇതുകൂടാതെ തന്നെ പ്ലംബിങ്ങും മറ്റ് എസ്റ്റിമേഷൻ ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇലക്ട്രിസിറ്റിയെയും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിനെയും ഇതിൽ മാറി വരുന്ന ടെക്നോളജിയെ പറ്റി കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.